കേസുമായി മുന്നോട്ടു പോയാൽ ഒരുപാട് കാലം കോടതി കയറിയിറങ്ങേണ്ടി വരുമെന്നും സെറ്റിൽമെന്റ് ആണ് നല്ലതെന്നും കൈ തളർന്നുപോയ കുഞ്ഞിന്റെ രക്ഷിതാക്കളെ ഡോക്ടർ ദീപ്തി ഉപദേശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒക്ടോബർ 30 ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ WNC ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ആ ശബ്ദരേഖ എന്റെയാണ്. എന്റെ അതുപോലെ തന്നെ അവിടുത്തെ സൂപ്രണ്ടായിട്ടുള്ള ദീപ്തി KK എന്ന് പറയുന്ന മാഡത്തിന്റെയാണ്. അതിനകത്ത് തന്നെ മാഡം ഓൾറെഡി പറയുന്നുണ്ട്, 3 പിള്ളേരുടെ കൈ ഒടിഞ്ഞ കേസ് പറയുന്നുണ്ട്. ഇത്രയും നെഗ്ലിജൻസ് ആയിട്ട് കാണിക്കാൻ നേരത്ത് ഈ ഡോക്ടറിനൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളുണ്ടാകും. അവർ പറഞ്ഞ് ഇത്ര ചിലവായതല്ല, ഇത്ര കോമ്പൻസേഷൻ കറക്റ്റ് ചെയ്ത് തരാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഡോക്ടറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം, അതിനകത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ 30 റിപ്പോർട്ട് തയ്യാറാക്കാന്നാണ് എനിക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഡോക്ടറിന്റെ 30 ആകും. അവർക്കുള്ള എല്ലാ ഫയലെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 30 ഡോക്ടർ ഒരു ഇത് പറയും, അത് നിങ്ങളെ വിളിച്ച് അറിയിക്കാന്ന് പറഞ്ഞു. അത് അറിയിക്കാത്ത മുഖാന്തരം ഞാൻ നേരെ അകത്തോട്ട് കയറുമായിരുന്നു. അകത്തോട്ട് കയറുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അവരുടെ വായിൽ നിന്ന് തന്നെ നമുക്കിത് കേൾക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഡോക്ടർ പുഷ്പയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ ചികിത്സയുടെ വീഴ്ചയുടെ കൂടുതൽ ഉദാഹരണങ്ങളാണ്, കൂടുതൽ തെളിവുകളാണ് ന്യൂസ് 18 ഓരോ ദിവസവും പുറത്തുവിടുന്നത്. അതിന്റെ ഒടുവിലത്തെ ഇരയായിട്ടുള്ള ഒരു 1.5 വയസ്സുകാരന്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടൊരു സംഭവം. ഇതുപോലെ നിരവധി ചികിത്സാ പിഴവുകൾ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ഉണ്ടായിട്ടും അവരെ സംരക്ഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒരു കുഞ്ഞിന്റെ വൈകല്യവുമായി ബന്ധപ്പെട്ട കേസിലും ഡോക്ടർ പുഷ്പ ഉൾപ്പെടുന്ന ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്. ഈ കേസിൽ ഈ രീതിയിലുള്ള ഒരു സെറ്റിൽമെന്റിന് തയ്യാറാകണമെന്ന് ആശുപത്രി സൂപ്രണ്ട് തന്നെ ഈ മാതാപിതാക്കളോട് നിർദ്ദേശിക്കുന്ന സാഹചര്യം. ഇതെന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്? ഇതിനുശേഷം ആ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രക്ഷിതാക്കളുടെ ഇപ്പോഴത്തെ നിലപാടെന്താണ്? ടോമ, ഇന്നലെ വൈകിട്ട് ആലപ്പുഴ സൗത്ത് പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിന് ആസ്പദമായ സംഭവം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സ്വദേശിയായ വിഷ്ണു അശ്വതി ദമ്പതികളുടെ 1.5 വയസ്സുകാരനായ വിഹാൻ എന്ന കുഞ്ഞിന്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം, ഒരു കുട്ടി പൂർണ്ണമായ അംഗവൈകല്യത്തോടു കൂടി ജനിച്ച സംഭവത്തിലും ഈ ഡോക്ടർ പുഷ്പ പ്രതി ചേർക്കപ്പെട്ട ആളാണ്. ഇതിനു മുമ്പുണ്ടായ WNCയുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഒക്കെ പല കേസുകളിലും ആരോപണ വിധേയ കൂടി ആയ ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് ഈ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയും ഒപ്പം തന്നെ ഈ 1.5 വയസ്സുകാരനായ വിഹാന്റെ അച്ഛൻ വിഷ്ണുവും തമ്മിലുള്ള സംസാരത്തിനിടയിൽ പുറത്തു വന്നത് എന്നുള്ളതാണ്. ഓഡിയോ ആണ് ആ ശബ്ദ സംഭാഷണമാണ് നമ്മൾ കേൾപ്പിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഓഡിയോയ്ക്കകത്ത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ സംഭാഷണം നടക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ 30 ഈ ഒക്ടോബർ 30 അവിടെ വിഷ്ണു ഈ കുട്ടിയുടെ ഇപ്പോൾ ആദ്യം കുഞ്ഞ് നവജാത ശിശു ജനിച്ചു കഴിഞ്ഞപ്പോൾ കൈക്ക് ചലനശേഷി കുറവായിരുന്നു. തുടർന്ന് അന്നത്തെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ അനുഭവം നിർദ്ദേശിക്കുന്നു, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നു. പിന്നീട് ഈ കുഞ്ഞ് നിരങ്ങുന്ന ഘട്ടത്തിൽ വന്നപ്പോൾ കുട്ടി ഒരു കൈ കുത്താതെയാണ് കുഞ്ഞ് നിരങ്ങാൻ തുടങ്ങിയത്. ഒറ്റ കൈയാണ് കുഞ്ഞിന് എല്ലാത്തിനും ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ പരിശോധനയിൽ അന്നുണ്ടായ ബ്രേസ്റ്റ്ലെസ് ഇഞ്ചുറി കുട്ടിയുടെ നാഡീ ഞരമ്പുകളെ വലിച്ചു നീട്ടുന്ന രീതിയിലായി പോയി. അതായത് വാക്വം ഡെലിവറിയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. അമ്മയ്ക്ക് ഈ കുട്ടി വലുതാണെന്നും അമ്മയ്ക്ക് ഡെലിവറി ബ്ലീഡിംഗ് അടക്കമുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ ഡെലിവറിയിൽ. മാത്രമല്ല സിസേറിയനിലേക്ക് പോകേണ്ട ഒരു കേസാണ് ഈ നോർമൽ ഡെലിവറിയിലൂടെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ച് ഈ കുട്ടികൾക്ക് പ്രശ്നം സംഭവിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ഒപ്പം ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഡോക്ടർ ദീപ്തിയുടെ സംഭാഷണത്തിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അന്ന് ഈ 1.5 വർഷം മുമ്പ് വിഹാൻ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അതേ സമയത്ത് തന്നെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടർ പുഷ്പ പ്രസവം എടുത്ത 2 കുട്ടികൾക്ക് കൂടി സമാനമായ രീതിയിൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല ആ കുട്ടികളെ കണ്ടു എന്നും കൂടി ഡോക്ടർ ഇവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടികളെ 1.5 വർഷത്തിന്, അതായത് നമുക്കറിയാം ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു കുട്ടിയെ റെഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ കൈക്ക് ഒടിവുണ്ടായ കുട്ടികളെല്ലാം തന്നെ റെഫർ ചെയ്യപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ തന്നെ അവിടെയുള്ള ആശുപത്രി രജിസ്റ്ററിലും റെഫറൻസ് രജിസ്റ്റർ അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ
മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്നത്. അതായത് ആധികാരികമായ രേഖയായി ഇതെല്ലാം ആലപ്പുഴ WNC ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം മൂടിവെക്കപ്പെട്ടു, ഇതൊന്നും പുറത്തു വന്നില്ല. ഇപ്പോൾ ഒരു പേരന്റ് പരാതിയുമായി എത്തിയപ്പോഴാണ് അവരുമായുള്ള സംഭാഷണത്തിൽ അവരെ കൺവിൻസ് ചെയ്യാനാണ് ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ 3 കേസുകൾ മാത്രമല്ല, ഇതിലും അധികം കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ജീവനക്കാർ തന്നെ നമ്മളോട് രഹസ്യമായി വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇതിൽ ഈ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാലോ, മെഡിക്കൽ നെഗ്ലിജൻസ് കണ്ടെത്തുക എന്നുള്ളത് ഡോക്ടർമാർ തന്നെ വിചാരിക്കണം. മെഡിക്കൽ ബോർഡ് തന്നെ വിചാരിച്ചാലേ അതിനകത്തൊരു സത്യസന്ധമായ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട്, ആധികാരികമായ റിപ്പോർട്ട് അവരുടെ വാക്കുകളാണ്. പക്ഷേ അതിനകത്ത് ആ ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് തന്നെ ഡോക്ടർ ദീപ്തി ഇവരെ ഉപദേശിക്കുന്നത്, നിങ്ങൾ നിയമപരമായി കേസുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, മറിച്ച് അതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്, അതുകൊണ്ട് തന്നെ ഇത് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള ഒരു ഉപദേശവും കുറ്റകരമായ ഒരു ഉപദേശവും കൂടി ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ ശബ്ദ സംഭാഷണത്തിൽ. തീർച്ചയായും അങ്ങനെ ഉപദേശിക്കുന്ന, ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർമാർക്കെതിരെയും നടപടി വേണ്ടതാണ്. ശരണ്യ, ഈ ഡോക്ടർ പുഷ്പയെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. ഇവരെക്കുറിച്ചുള്ള ഓരോ പരാതികളും ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത് എന്ന കാര്യത്തിലൊരു വ്യക്തതയുണ്ടോ? ഈ ഡോക്ടർമാരുടെ KGMI ഉൾപ്പെടെയുള്ളവര് ഈ ഡോക്ടർ പുഷ്പയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു, പലരും ന്യായീകരണവുമായി രംഗത്തെത്തുന്നു. ഏതെങ്കിലും പൊളിറ്റിക്കലി ഒരു രാഷ്ട്രീയ സംരക്ഷണമാണോ ഇവർക്ക് ലഭ്യമാകുന്നത്, അതോ ഈ ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ ഇവരെ സംരക്ഷിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെയല്ല ടോം ഇതിനെ കരുതേണ്ടത്. അതായത് ഇതൊരു വനിതാ ശിശു ആശുപത്രി എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാർ ആശുപത്രിയാണ്. സ്വാഭാവികമായും അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പരമാവധി ഒതുക്കുക. അതായത് സർക്കാരിന് മോശമാകാൻ പാടില്ല, ആരോഗ്യ വകുപ്പിന് മോശമാകാൻ പാടില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ തള്ളി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഇതിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ 3 കുട്ടികൾക്ക് ഇത്തരത്തിൽ പ്രശ്നം സംഭവിച്ചു എന്നുള്ളത്. അതായത് ഈ ഡോക്ടർ പുഷ്പയുടെ കേസിനകത്ത് ആളുകൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്ന കാര്യം, പേഷ്യൻസ് ഒരുപാടുണ്ട്. അതായത് സാധാരണ ഡോക്ടർമാരെക്കാൾ ഇവർ ഫീസ് കുറച്ച് വാങ്ങുന്നതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം, പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഈ തരംതിരിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് വാക്യൂം ചെയ്തെടുക്കേണ്ടതാണോ, സിസേറിയന്റെ കേസാണോ, അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണോ, ഇതിനെ സംബന്ധിച്ച് ഡോക്ടർക്ക് ഒരു വലിയ ധാരണ ഇതിനകത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കൂടെ ജോലി ചെയ്യുന്ന നഴ്സുമാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതായത് ഓരോ കേസ് ഷീറ്റിലും ഈ രോഗികളുടെ അല്ലെങ്കിൽ ഗർഭിണികളായ ആളുകളുടെ എണ്ണം, ഇവർക്ക് എത്തുന്ന പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം കൂടി ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇവര് ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ സിസേറിയൻ നടത്തേണ്ട കേസിലായിരിക്കും ഡെലിവറിയിലേക്ക് പോവുക. അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം പല രീതിയിൽ നമ്മൾ സൗത്ത് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ ഇപ്പോൾ എത്തിച്ചേരുന്ന പരാതികളുടെ എണ്ണം തന്നെ അത് അവര് ഈ ഒരു കേസിൽ ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നുള്ള വിവരം പോലീസ് തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതിൽ തന്നെയാണ് ഇപ്പോൾ വിഹാന്റെ അച്ഛൻ വിഷ്ണു നിരവധി തവണ പരാതിയുമായി കയറിയിറങ്ങി അവസാനം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തപ്പോഴാണ് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് അതിനകത്ത് FIR ഇടാൻ തയ്യാറായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആശുപത്രി ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഉള്ള കാര്യം സ്ഥിരീകരിക്കുന്നത് ഈ ഓഡിയോയിലുള്ള ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയാണ്. ഇതിനപ്പുറം മറ്റെന്താണ് ആരോഗ്യ വകുപ്പിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഈ 3 കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് അതിനകത്ത് മുകളിലേക്ക് ഈ റിപ്പോർട്ട് പോയിട്ടുണ്ടോ? ആധികാരികമായി ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രസവം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ തുടർച്ചയായി ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യപ്പെട്ട ഓർത്തോ പ്രശ്നങ്ങളുമായി, ഒടിവ് മുതലായ പ്രശ്നങ്ങളുമായി നവജാത ശിശുക്കൾ ചെന്നപ്പോൾ ആരോഗ്യ വകുപ്പ് എന്ത് അന്വേഷണം നടത്തി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ആലപ്പുഴയിലെ വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. ഇവരെ സംരക്ഷിക്കാൻ ആശുപത്രി സൂപ്രണ്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഒത്തുതീർപ്പ് ചർച്ചകളുടെ ശബ്ദ സംഭാഷണമാണ് ന്യൂസ് 18 നേരത്തെ പുറത്തുവിട്ടത്.